നമസ്കാരം. വാബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള VA ടെക് വാബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ സ്റ്റോക്ക് അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ കമ്പനിയുടെ കഴിഞ്ഞ ഒരു ദിവസത്തെ സ്റ്റോക്ക് പ്രൈസസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3.86% ഒരു അപ്പ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ കഴിഞ്ഞ 6 മാസത്തെ ഒരു സ്റ്റോക്ക് പ്രൈസസ് അല്ലെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്നത് 28.47% അപ്പാണ് ഇതിൽ സംഭവിച്ചതെന്ന് കാണാൻ പറ്റും. അപ്പോൾ 28.47 എന്ന് പറയുന്നത് കഴിഞ്ഞ 6 മാസം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രത്തോളം സ്ട്രഗിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 26,000 പോയതിന് ശേഷം 23,000 താഴത്തോട്ടായി 23,200 ഇതിൻ്റെ നിഫ്റ്റി 50 താഴോട്ട് വന്നിരിക്കുന്ന അവസ്ഥയിൽ പോലും 28.47% ഒരു ഇൻക്രീസ് സംഭവിച്ചെന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നൂടെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവരുടെ ഒരു ഇയർ എൻഡ് അല്ലെങ്കിൽ 1 ഇയർ ഇത് നോക്കുകയാണെങ്കിൽ 157% ഒരു അപ്പ് സംഭവിച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ 5 ഇയർ നോക്കുകയാണെങ്കിൽ 875% ഒരു ഇൻക്രീസ് ആണ് ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസസ് സംഭവിച്ചതെന്ന് കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഈ കമ്പനിയുടെ ബിസിനസ്, എന്തൊക്കെയാണ് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ BSEയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് BSEയുടെ വെബ്സൈറ്റാണ്, ഒഫീഷ്യലാണ്, എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. ഇതിൽ അനൗൺസ്മെൻറ്റിൽ അവർ 27/12/2024 അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി വാബാഗ് വിൻസ് EIB KfW funded DBO order in Zambia for wastewater treatment plants worth about 78 million, approximately INR 700 crore from Lusac Water Supply and Sanitation Company. അപ്പോൾ ഇതിൻ്റെ PDF ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു PDF-ൽ ഇത് എങ്ങനെയാണ് വെരിഫൈ ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കമ്പനിയുടെ ഒരു ഓർഡർ അവർ 700 ക്രോറിൻ്റെ പുതിയ ഓർഡർ ഇന്നലെ അവർ കിട്ടി എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ മറ്റ് ബിസിനസ് കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് പോവാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ കമ്പനിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കമ്പനി മെയിനായിട്ട് ഈ വാട്ടർ സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടുള്ള കമ്പനിയാണ്. കമ്പനി ഓഫേഴ്സ് സൊല്യൂഷൻസ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ വാട്ടർ, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, ഡിസാലിനേഷൻ ഫോർ സീ ബ്രാക്കിഷ് വാട്ടർ, സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ എക്സെട്രാ റീസൈക്ലിംഗ് എക്സെട്രാ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് മുനിസിപ്പൽസിനെ പറ്റിയുള്ള അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഗവൺമെൻറ്റ്സിനെ എല്ലാ ഗവൺമെൻറ് ബോഡികളെ പറ്റിയും ഏറ്റവും വലിയ തലവേദനയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കമ്പനികൾക്കും വലിയൊരു പ്രോഗ്രസ് നമ്മൾ സംഭവിച്ചിരുന്നു. ഗവൺമെൻറ്റിൻ്റെ വലിയ രീതിയിലുള്ള സഹായം ഇത്തരം കമ്പനികൾക്ക് കിട്ടുമെന്ന് അറിയാം. ഇത്തരം കമ്പനികളുടെ പ്രോജക്ട്സ് ഒരുപാട് ഉണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കമ്പനി മെയിനായിട്ട് ഇവർ ജസ്റ്റ് ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കി പോവുകയല്ല ചെയ്യുന്നത്. ഇവർ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് EPC ആൻഡ് O&M. EPC എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ. ഇവർ തന്നെ ഡിസൈൻ ചെയ്ത് ഇവർ സാധനങ്ങൾ വാങ്ങി ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്യും. മോർ ഓവർ O&M, അതായത് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്. മേ ബി 5 ഇയറിലോട്ട് O&M ഇവർ തന്നെ ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ 10 ഇയറിലോട്ട്. അത് ഗവൺമെൻറ്റിൻ്റെ കോൺട്രാക്റ്റ് അനുസരിച്ചിട്ട് ഇവർ ചെയ്യും എന്നുള്ളതാണ് ഇതിലുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു ഓർഡർ ബുക്ക് ഇവർക്ക് ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇവർ ഇന്ത്യയിൽ മാത്രമല്ല മറ്റു കൺട്രികളിൽ, അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു രീതിയിലോട്ട് പോകാവുന്നതാണ്. ഇൻക്ലൂഡിങ് ഡിസൈൻ, പ്രൊക്യൂർമെൻറ്റ്, കൺസ്ട്രക്ഷൻ, ഇൻസ്റ്റാളേഷൻ, കമ്മീഷനിങ് ആൻഡ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങളൂടെ കമ്പനി ചെയ്യുന്നുണ്ട്. ആസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ 24 the company has executed 6,500 plus municipal and industrial project across 25 countries benefiting 88+ million people. അതായത് 25-ലേറെ കൺട്രികളിൽ ഇവർ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാം ഒരു 88 മില്യണോളം പീപ്പിൾസിന് അത് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇനി ഇവരുടെ ഒരു റവന്യൂ ബ്രേക്കപ്പ് നോക്കുകയാണെങ്കിൽ EPC എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ്, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്ന് ഇവർക്ക് 83%, അതുപോലെ തന്നെ O&M ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിൽ 17% ആണെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ കസ്റ്റമർ വൈസ് നോക്കുകയാണെങ്കിൽ മുനിസിപ്പൽ പോർഷൻസിന് 64%, ഇൻഡസ്ട്രിയൽ പോർഷൻസിന് 36% കാണാൻ പറ്റും. ജിയോഗ്രാഫിക്കൽ സ്പ്ലിറ്റ് നോക്കുകയാണെങ്കിൽ 53% മാത്രമാണ് ഇന്ത്യയിൽ നിന്ന്, റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് 47% കിട്ടുന്നുണ്ട് കാണാൻ പറ്റും. ഇനി മാർക്കറ്റ് പൊസിഷൻ, ഈ കമ്പനി ഈസ് റാങ്ക്ഡ് ദ 3rd ലാർജസ്റ്റ് പ്രൈവറ്റ് വാട്ടർ ഓപ്പറേറ്റർ ഇൻ ദ വേൾഡ് എമംഗ് ദ top 5 global desalination players by Global Water Intelligence UK. അപ്പോൾ ഈ ഒരു കമ്പനി ലോകത്ത് തന്നെ 3ാമത്തെ വലിയ കമ്പനിയാണെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ top 5 ഗ്ലോബൽ ഡിസാലിനേഷൻ പ്ലേയേഴ്സിൽ ഒരാളോടെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ ഒരു ഓർഡർ ബുക്കാണ്, മൈറ്റി ഓർഡർ ബുക്കാണ്. 2024 ഇവർ നോക്കുന്നത് 11,400 crore ഓർഡർ ബുക്ക് ഇവർക്ക് ഉണ്ടെന്ന് കാണാൻ പറ്റും. അതിൽ 56% EPC, 44% O&M ആണെന്ന് കാണാൻ പറ്റും. ഇത് 2022 10,000
100 കാണാൻ പറ്റും. ഓർഡർ ബുക്കിൽ ഒരു ഇൻക്രീസ് ഉണ്ടെന്ന് കാണാൻ പറ്റും. പിന്നെ ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ 67% ഓർഡർ ബുക്ക് ആൻഡ് ഫോളോഡ് റെസ്റ്റ് ഓഫ് വേൾഡ് 33% എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇവരുടെ ഓർഡർ ബുക്കുമായി ബന്ധപ്പെട്ട്. ഇനി ഇവരുടെ കീ പ്രൊജക്ട്സ് ഇപ്പോൾ ഏതൊക്കെയാണ്? 400 MLD സീ വാട്ടർ റിവേഴ്സ് ഓസ്മോസിസ് പ്രോജക്റ്റ് ഇൻ പേരൂർ വിത്ത് കോൺട്രാക്ട് വാല്യൂ 4400 പേരൂരിലുള്ളത്. പിന്നെ അത് നമാമി ഗംഗ പ്രോജക്റ്റ് വർത്ത് 1187 crore ബീഹാറിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ 150 MLD കപ്പാസിറ്റി സീവേജ് നെറ്റ്വർക്ക് 4453 കിലോമീറ്റർ ഇൻ ദിഗ കാൻബർഗ പാട്ന. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ പ്രോജക്റ്റ് ഇൻ പഗ്ല ബംഗ്ലാദേശ്. പിന്നെ എഫ്ലുവൻറ്റ് വാട്ടർ ബോട്ടർ സൗദി അരാംകോ റാസ് തനൂര. ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ ഇനി ഇവരുടെ ജസ്റ്റ് വെബ്സൈറ്റിൽ പോയി നോക്കുകയാണെങ്കിലും ഇവർ ഒമാനിലെ കുറച്ച് പ്രോജക്ട്സും എല്ലാം കാണുന്നുണ്ട്. മറ്റേത് സ്ക്രീനിലുള്ള സ്ക്രീൻ ചെയ്തിരിക്കുന്ന ഇതായിരുന്നു മെയിൻ്റെനൻസ് കൺട്രോൾ. ഇത് കണ്ടില്ലേ, അൽ ദുഃഖം ഡിസാലിനേഷൻ പ്ലാന്റ് ഇൻ ഒമാൻ ദുഃഖം VA ടെക് വിഭാഗ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഗ്ലോബലി ഇത്തരം കമ്പനികൾക്ക് ഇമ്പോർട്ടൻസ് ആണ്. ഗവൺമെൻറ്റിൻ്റെ വലിയൊരു തലവേദനയായിട്ടുള്ള ഈ സാലിനേഷൻസ്, പിന്നെ ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനത്തെ കമ്പനികൾക്ക് ഒരുപാട് പ്രോജക്ട്സ് കിട്ടുന്നുണ്ടെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ മറ്റു ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കുക. മാർക്കറ്റ് ക്യാപ്പ് 10,238 crore ആണ്. കറണ്ട് പ്രൈസ് 1646 ആണ്. ഹൈ 1944 നിന്ന് ആണ് ഇപ്പോൾ ഈ ഒരു പ്രൈസിലോട്ട് വന്നിരിക്കുന്നത്. കാരണം സ്റ്റോക്ക് പ്രൈസ് സ്റ്റോക്ക് PE 39.4 ആണ്. അത് ഇൻഡസ്ട്രി PE 33.8 ആണ്. സ്ലൈറ്റ്ലി കൂടുതലാണ്. അത്ര ഓവർ വാല്യൂഡ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഇൻഡസ്ട്രി PEയേക്കാളും മുകളിലാണെന്ന് കാണാൻ പറ്റും. ROCയും ROEയും അത്ര മോശമല്ല. ROCE 19.8%, ROE 13.8%, EPS 42 ആണ്. കറണ്ട് ലയബിലിറ്റി 2118 crore ആണ്. അതായത് 10,000 മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി കറണ്ട് ലയബിലിറ്റി 2,000 ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ EPC കോൺട്രാക്ടേഴ്സ് മെയിൻലി നമ്മൾ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ഹൈ ലയബിലിറ്റീസ് ഉണ്ടായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ DLF പ്രോജക്ട്സ് ആയാലോ, അല്ലെങ്കിൽ ഫീനിക്സ് പ്രോജക്ട്സ് ആയാലോ, അല്ലെങ്കിൽ ഗോദ്രേജ് പ്രോജക്ട്സ് ആയാലോ, ഇത്തരം കമ്പനികൾക്ക് എല്ലാവർക്കും തന്നെ കറണ്ട് ലയബിലിറ്റീസ് ഒരുപാടുണ്ടെന്ന് കാണാൻ പറ്റും. പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെ ലെസ് ആണെന്നുള്ളതാണ് ഒരു നെഗറ്റീവ് പോയിൻറ്റ്സ്. 19.1% ഉള്ളൂ പ്രൊമോട്ടറിൻ്റെ കയ്യിൽ. ബാക്കിയെല്ലാം മറ്റുള്ളവരുടെ കയ്യിലാണെന്ന് കാണാൻ പറ്റും. ഇനി പ്ലഡ്ജ് ഒന്നും ചെയ്തിട്ടില്ല. പ്ലഡ്ജ് ഷെയർസ് വെച്ചിട്ട് ലോണും മറ്റു കാര്യങ്ങളും എടുത്തിട്ടില്ല എന്ന് പറയും. ഇതാണ് ഗ്രാഫ്, 1 ഇയറിൻ്റെ ഗ്രാഫ്. 200 DMAയുടെ എപ്പോഴും മുകളിലാണ് ഇതെന്ന് കാണാൻ പറ്റും. ഒരു വല്ലാത്തൊരു ഗ്രോത്ത് നമുക്ക് 5 ഇയർ ഗ്രാഫെല്ലാം നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ക്വാർട്ടർലി റിസൾട്ട്സ് എല്ലാം നോക്കുകയാണെങ്കിൽ, സെപ്റ്റംബർ 2024 സെയിൽസ് 700 crore ആയിരുന്നു. ഇത് സെപ്റ്റംബർ 2023 നമ്മൾ നോക്കേണ്ടത് 665 ആയിരുന്നു. ഇമ്പ്രൂവ്ഡ് ആണെന്ന് കാണാൻ പറ്റും. എക്സ്പെൻസസ് സ്ലൈറ്റ്ലി കൂടിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 13% ആണ്. അത് ഒരു ഓവറോൾ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 12, 13, 14% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടെന്ന് അറിയാം. അതോടെ തന്നെ ടാക്സ് പെർസെൻറ്റേജ് 24% ആണ്. അതും അവർ ഒരു ഇമ്പ്രൂവ്ഡ് പൊസിഷനാണ്. 20 എബോവ് ടാക്സ് അടയ്ക്കുന്നതെല്ലാം കമ്പനി ടാക്സിൽ നിന്ന് ഒളിച്ചോടുന്നു. മറ്റു കാര്യങ്ങളെല്ലാം ടാക്സ് കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട് അറിയാൻ പറ്റും. ഇനി ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് സെപ്റ്റംബറിൽ 70 കോടിയായിരുന്നു. അത് സെപ്റ്റംബർ 2023 60 കോടിയായിരുന്നു. ഇമ്പ്രൂവ്ഡ് ആണെന്ന് കാണാൻ പറ്റും. ഇനി ഇവരെ ഇയർലി ബേസിസ് നോക്കുകയാണെങ്കിൽ, TTM നോക്കുകയാണെങ്കിൽ, ട്രെയിലിംഗ് 12 മന്ത് റിസൾട്ട്സ് ആണ് നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ, സെയിൽസ് അവരുടെ ഓൾ ടൈം ഹൈ എന്ന് പറയാൻ പറ്റില്ല. 2,965 ആണ്. 2024ലെയും 2023യെയും വെച്ച് നോക്കുമ്പോൾ ഇമ്പ്രൂവ്ഡ് ആണെന്ന് കാണാൻ പറ്റും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 13% ആണ്. എക്സ്പെൻസസ് അവർക്ക് 2,517. ഇനി എന്തൊക്കെയാണ് എക്സ്പെൻസസ് നോക്കുകയാണെങ്കിൽ, മെറ്റീരിയൽ കോസ്റ്റ് അധികമല്ല. മാനുഫാക്ചറിങ് കോസ്റ്റ് 76% ആണെന്ന് കാണാൻ പറ്റും. അതും ഓൾമോസ്റ്റ് സ്റ്റേബിളായി നിൽക്കേണ്ട. എംപ്ലോയി കോസ്റ്റ് സ്ലൈറ്റ്ലി കുറവായതാണ് ചെയ്തത്. 8%, 9% ഉണ്ടായിരുന്നു, 8% വന്നു. അതർ കോസ്റ്റ് 3% സ്റ്റേബിൾ ആണെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ ടാക്സ് പെർസെൻറ്റേജ് അവർ ഓൾമോസ്റ്റ് അടയ്ക്കുന്നതിന് 24% അടച്ചിട്ടുണ്ട് 2024 ഇയറിൽ. 2023 അവർ 35 അടച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. 266 നെറ്റ് പ്രോഫിറ്റാണ് അവർക്ക് ഇപ്പോൾ കഴിഞ്ഞ TTM ട്രെയിലിംഗ് 12 മന്തിൽ വന്നിട്ടുള്ള 266 എന്ന് പറയുന്നത് അവർ ഏൺ ചെയ്യുന്ന ഏറ്റവും ഹയസ്റ്റ് പ്രോഫിറ്റ് ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഫിനാൻഷ്യലിലെ കമ്പനി സ്ട്രോങ് ആണ്. വലിയ ഓർഡർ ബുക്ക് ഉണ്ടെന്ന് കാണാൻ പറ്റും. നെഗറ്റീവായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് ലയബിലിറ്റീസ് മാത്രമേ ഉള്ളൂ എന്നും കാണാൻ പറ്റും. ഇനി ഇവരുടെ സ്റ്റോക്ക് പ്രൈസ് CAGR 1 ഇയറിൽ 160% ആണ്. കോമൺ പ്രോഫിറ്റ് ഗ്രോത്ത് TTMൽ -13% ആണ് കാണാൻ പറ്റും.
ജസ്റ്റ് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യം എന്ന് പറയുന്നത് കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത് TTM ഇതാണെന്ന് കാണാൻ പറ്റും. ഇനി ബാലൻസ് ഷീറ്റും മറ്റു കാര്യങ്ങളും ഒരു ഇതാണ് അത്ര അത്യാവശ്യം ഇതാണ്. ഇനി പ്രൊമോട്ടർ ഹോൾഡിംഗ് അവർ ഗ്രാജുവലി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. 19.2% ബട്ട് FIAs ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പ്രോഫിറ്റ് 14.68% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റും. DAയും 3.59% സ്ലൈറ്റ്ലി കുറയ്ക്കുകയാണ് ചെയ്തത്. പബ്ലിക് 62.59% പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ് ആണെന്ന് കാണാം. പബ്ലിക് തന്നെ രേഖ ജുൻജുൻവാല ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജുൻജുൻവാല എന്ന് പറഞ്ഞുള്ള ഇന്ത്യൻ വാരൻ ബഫറ്റിൻ്റെ വൈഫാണ്. അവരുടെ 8.4% അവരുടേതാണെന്ന് കാണാൻ പറ്റും. പിന്നെ മറ്റ് ഇതിലെ അത്രയും അറിയപ്പെടുന്ന ആൾക്കാരല്ല, ബട്ട് രേഖ ജുൻജുൻവാല എന്നുള്ളത് 8.04 ജുൻജുൻവാല അദ്ദേഹം മരിച്ചതിന് ശേഷം അവരുടെ പേരിലായിരിക്കും ഈ ഒരു സ്റ്റോക്സ് ഉള്ളതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇതൊരു സ്റ്റോക്ക് പ്രൈസസ് ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇത്തരം കാര്യങ്ങളിലോട്ട് നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തം അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ അഡ്വൈസ് റിസീവ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക എന്നുകൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം.